ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ഗുരുവായൂരിൻ്റെ അത്ര തന്നെ പാരമ്പര്യം ഉറങ്ങുന്നൊരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അത്ര അങ്ങോട്ട് അറിയില്ല. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ഗണപതിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിലൊരു അമ്പലക്കുളമുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ഇങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണ പോലെ തോന്നും. എൻ്റെ കൂട്ടുകാരെ എന്നെ ഒരു അമ്പലവാസി എന്നാണ് വിളിക്കാറ്. കാരണം അമ്പലത്തിൽ പോകുമ്പോൾ എന്താ അറിയില്ല, വേറെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി സന്തോഷമാണ്, സമാധാനമാണ്. വേറെ ആരും ശല്യം ചെയ്യാൻ വരില്ല. അതേപോലെ തന്നെ ആരും വർത്തമാനം പറയാനോ, കുറച്ച് സൈലൻ്റായിട്ടും നമ്മളെപ്പറ്റി തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അമ്പലം. പിന്നെ ഞാനും സഞ്ജുവും കൂടി കുറേ കുട്ടിക്കളിയൊക്കെ കളിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ അമ്മ ചീത്ത പറഞ്ഞപ്പോൾ നിർത്തി. ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു ആലുണ്ട്. ആ ആലിൻ്റെ ചില്ലകളൊക്കെ കൈയൊക്കെ കോർത്തിരിക്കണ പോലെ, ഓരോരുത്തർ കൈ കോർത്ത് പിടിച്ച് നിൽക്കണ പോലത്തെ അങ്ങനെ ഉണ്ട് കാണാനായിട്ട്. എനിക്ക് മാത്രം തോന്നുന്നതാണോ അറിയില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ആനപ്പന്തി എന്നും പറയും, പിന്നെ ആനക്കോട്ടാന്നും ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. അവിടേക്കാണ് പോയത്. അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ഞങ്ങൾ ശരിക്കും പറ്റിച്ചു. എക്സ്ട്രാ ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് 100 രൂപയാണ് വാങ്ങിച്ചത്. ശരിക്കും 70-80 രൂപയൊക്കെ ഉള്ളൂ. അവിടുന്ന് അകത്തേക്ക് കടക്കാൻ 20-30 രൂപയാണ് അഡൾട്ടായിട്ടുള്ളവർക്കൊക്കെ. ഗുരുവായൂർ വരുന്ന കുറേ ആനകൾ അവിടെ ഉണ്ട്. ഗുരുവായൂർ മാത്രമല്ല, തൃശ്ശൂർ 4 ഭാഗത്തും ആനകളെ കാണാം. എല്ലാ അമ്പലത്തിലും ആനകളെ കൊണ്ടുവരും. ഞാൻ കോഴിക്കോട് നിന്ന് ഇത്രയും ദൂരം കടന്ന് തൃശ്ശൂർ വന്ന് പഠിക്കണതിൻ്റെ കാരണമേ ഈ ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആനകളെ കാണുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഓമനത്തൊക്കെ തോന്നും. പക്ഷേ കയ്യിൽ കിട്ടിയാൽ നമ്മളെ ചമ്മന്തി ആക്കാനും മതി. ഗുരുവായൂരപ്പനോളം തന്നെ എനിക്കിഷ്ടമാണ് ഈ ആനകളെയൊക്കെ. പക്ഷെ ആനകൾ കാരണം എനിക്ക് കുറേ ചീത്ത കേട്ടിട്ടുണ്ട് ആനപ്പാപ്പന്മാരിൽ നിന്ന്. അടുത്ത് പോയി നിൽക്കുമ്പോഴൊക്കെ ആനപ്പാപ്പന്മാർ ഒരുപാട് ചീത്ത പറയും. ഞാൻ പിന്നെയും മൈൻഡ് ചെയ്യാണ്ട് അവിടെ തന്നെ നിൽക്കും. കുട്ടിക്കാലത്തൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് ആനകൾ വരികയാണെങ്കിൽ ഓടിപ്പോവും. രാവിലെയൊക്കെ എണീക്കുമ്പോൾ ആനേൻ്റെ ഒച്ചകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓടി എണീക്കും. എന്നിട്ട് സ്കൂളിലൊന്നും പോകാണ്ട് ആനേനെ തളച്ചിട്ടുള്ള അവിടെയൊക്കെ ഇരുന്നിട്ട് കുറേ നേരം ഉച്ചവരെ അവിടെ നിൽക്കുക ചെയ്യുക. തൃശ്ശൂർ വന്നപ്പോൾ ഉത്സവത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആനേനെ കൊണ്ടുപോകുന്ന കാണാം. എപ്പോഴും കാണാം. റോട്ടിലേക്ക് ഇറങ്ങി നിന്ന ആനേനെ കാണാം. പണ്ടൊക്കെ ആനേനെ ഒന്ന് തൊട്ടെന്നോ ആനേനെ കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരാളായ മട്ട. പിന്നെ ക്ലാസ്സിൽ ഒരാഴ്ചത്തേക്ക് നമ്മളാ സ്റ്റാർ. കോഴിക്കോട് പക്ഷേ ചില അമ്പലങ്ങളിൽ മാത്രമേ ആനേനെ കാണാറുള്ളൂ. തളി ശിവക്ഷേത്രത്തിലും പിന്നെ വലിയ വലിയ അമ്പലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. അല്ലാതെ ചെറിയ അമ്പലങ്ങളിലൊന്നും ആനേനെ കൊണ്ടുവരാറില്ല.